ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ്. ഉണ്ണിയപ്പം റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഇതൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിന് റെസിപ്പിയാണ്. ഒരു ചെറിയ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് കാണാം. ഒരു വലിയ റോബസ്റ്റിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പച്ചരി. റോബസ്റ്റയ്ക്ക് പകരം മൈസൂർ പഴം എടുത്താലും മതി. 1/2 കപ്പ് ശർക്കര പൊടി. പിന്നെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത് ചോറാണ്, 2 ടേബിൾ സ്പൂൺ. പിന്നെ 1 പിഞ്ച് സോഡാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, 2 ഏലക്കായും. പച്ചരി നന്നായി കഴുകിയതിന് ശേഷം 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെള്ളം വാലാനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. ശർക്കര ഒരു 1/3 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുത്തതാണ്. നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മൾ അരക്കാനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ചെറിയ തരികളുണ്ടാവും, അത് കുഴപ്പമില്ല. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ജാഗ്രി പൗഡറിന് പകരം അച്ചു ശർക്കരയാണെങ്കിൽ 3 or 4 നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/3 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ട് അരച്ചെടുക്കാം. 1 പിഞ്ച് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈസൂർ പഴം ചേർക്കുകയാണെങ്കിൽ ചെറുതാണെങ്കിൽ 2 വരെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതും കൂടെ ഒന്ന് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. തേങ്ങാക്കൊത്തിനൊന്നും അളവില്ല, ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റാണ് കടിക്കുമ്പോൾ. ഉണ്ണിയപ്പം റെസിപ്പിക്ക് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. എന്നാലും ചോറ് കൂട്ടുമ്പോൾ ഇതിനൊരു എക്സ്ട്രാ സോഫ്റ്റ്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ റെസിപ്പി ഞാൻ കാണിക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ റിഫൈൻഡ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തത്. വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഒരുപാട് നിറക്കാതെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഓവർഫ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് തന്നെയാണ് മുഴുവനും ചുട്ടെടുക്കുന്നത്. ചൂട് കുറഞ്ഞാൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എല്ലാ കുഴിയിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു സൈഡ് മൂക്കുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യം ഒഴിച്ചതിന് ആദ്യം തന്നെ തിരിച്ചിടുക. ഓരോന്ന് ആവുന്നതിനനുസരിച്ച് തിരിച്ചിട്ട് ആ സൈഡ് മൂക്കുമ്പോൾ തിരിച്ചൊന്നും കൂടെ നല്ലൊരു കളറാവുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു അളവിൽ ഉണ്ടാക്കിയാൽ ഒരു 30 ഉണ്ണിയപ്പം ഉണ്ട്. എൻ്റെ ചട്ടീൻ്റെ അളവാണ്. ഓരോരുത്തരും ചട്ടിൻ്റെ സൈസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് കുക്കായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് എണ്ണ വാലാനായിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചാൽ മതി. ഉണ്ണിയപ്പം ആകുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ എന്തായാലും ഉണ്ടാവും. എന്നാലും നന്നായിട്ട് ടിഷ്യൂ പേപ്പറിൽ തുടച്ച് കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. എല്ലാം ചുട്ട് എല്ലാം തണുത്തതിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇതുവരെ ഈ രീതിയിൽ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.